പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അങ്ങനെ 3-4 ദിവസത്തെ മഴയ്ക്ക് ശേഷം പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നല്ല ചുട്ടുപൊള്ളുന്ന വെയിൽ വന്നിട്ടോ. രാവിലെ തന്നെ അപ്പോൾ ഞാൻ തുണിയൊക്കെ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ എടുത്ത് വെയിലത്തുകൊണ്ട് ഇടാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പം മഴയുണ്ടായ സമയത്ത് കുറേ തുണി ഉണങ്ങാനായിട്ടുള്ളത് ഉണ്ടായിരുന്നേ. അതൊക്കെ അപ്പം ഞാൻ രാവിലെ തന്നെ കുറേയൊക്കെ എടുത്ത് കസേര പുറത്തിട്ടിട്ട് അതിനകത്തിട്ട് ചൂടുകൊള്ളിച്ച് എല്ലാം കൊണ്ടുവന്ന് അകത്തിട്ടു. ബാക്കിയുള്ള തുണികളെല്ലാം വാഷിങ്ങിനൊക്കെ ഇട്ടിട്ട് അതെല്ലാം തുണി ഞാൻ ഇനി അഴയിൽ കൊണ്ടിടാൻ പോകട്ടെ. ഇങ്ങനെ വെയിൽ കാണുന്ന ദിവസം എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഈ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കിടെ ഡ്രസ്സൊക്കെ ഉണക്കിയെടുക്കണമെങ്കിൽ ഭയങ്കര പണിയാണല്ലോ. എന്താണെന്ന് വെച്ചാൽ വെയിൽ കൊണ്ടില്ലെങ്കിൽ അത് തുണിക്കൊരു ചെറിയൊരു നനവ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ അച്ചിക്കുട്ടന് മെയിനായിട്ട് വേണ്ടത് യൂണിഫോമാണ്. അപ്പോൾ യൂണിഫോമൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അഴയിൽ കിടന്ന തുണികളൊക്കെ കംപ്ലീറ്റ് ഉണങ്ങിയതൊക്കെ എടുത്തു. ബാക്കിയെല്ലാം അകത്തുകൊണ്ട് ഇട്ടിട്ട് പിന്നെ ഇപ്പോൾ കഴുകിയ തുണിയെല്ലാം വാഷിങ് ചെയ്ത് എല്ലാ തുണിയും എടുത്ത് അഴയിലോട്ട് ഇടുവാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ കൂടുതലും ഹാങ്കറിലിട്ട തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കത് നോക്കിയപ്പോൾ അങ്ങനെയായിട്ട് തോന്നിയായിരുന്നു. എനിക്കിത് പറഞ്ഞു തന്നത് അമ്മയാണ് കേട്ടോ. ഹാങ്കറിലിട്ട തുണി പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങി കിട്ടുമെന്ന്. അപ്പോൾ കുറേ തുണി കസേരയിലുണ്ടായിരുന്നു, അതും കൂടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കരിവേപ്പിലയാണ് കേട്ടോ, ഇത് നാടൻ കരിവേപ്പിലയാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യാനാണെന്ന് വെച്ചാൽ എനിക്കിത് കുറേ കിട്ടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 2 വീട്ടിൽ നിന്ന് ഒരു ദിവസം തന്നെ എനിക്ക് 2 കവർ നിറച്ചും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലപോലെ ഉണക്കി പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സവാള അരിയാൻ വേണ്ടി അടുക്കളയിൽ വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സവാള പെട്ടെന്ന് അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈയൊക്കെ മുറിഞ്ഞായിരുന്നു. ഞാനപ്പോൾ നോക്കിയപ്പോൾ കൈ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്, ബ്ലഡൊന്നും വരുന്നില്ല. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ എൻ്റെ കൂടെ ഇരുന്ന് സഹായിക്കാനായിട്ട് എൻ്റെ അമ്പൂട്ടനും വന്നിട്ടുണ്ട്. അമ്പൂട്ടനൊരു ആപ്പിളൊക്കെ ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആപ്പിളൊന്നും വേണ്ട, എൻ്റെ ഒപ്പം ഇരുന്ന് കളിക്കാനായിട്ട് ആൾക്ക് വെള്ളവും സവാളയും തക്കാളിയൊക്കെ മതി. അപ്പോൾ ഇന്ന് കറി വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, അത് ഞാൻ ഈ ഇടയ്ക്ക് വിട്ടുപോയി. വേറെ ഒന്നുമല്ല, ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫാണെന്ന് കറി വെക്കുന്നത്. അപ്പോൾ ബീഫിന് വേണ്ടതെല്ലാം അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. തക്കാളിയും എല്ലാം അരിഞ്ഞൊക്കെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുവാണ് കേട്ടോ. അങ്ങനെ ചതച്ചെടുത്തിട്ട് പിന്നെ എല്ലാം കൂടി ഞാൻ കുക്കറിലിട്ട് ഒന്ന് വിസിലടുപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാം ചതച്ചൊക്കെ എടുക്കുവാണ്. അപ്പോൾ ബീഫ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴുകി ക്ലീൻ. അങ്ങനെ ബീഫ് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അരിഞ്ഞേക്കണ സവാളയും എല്ലാം കൂടി ഇട്ട് പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ നല്ലപോലെ തിരുമ്മിയെടുത്തിട്ട് ഞാൻ പിന്നെ വിസിലടിപ്പിക്കുവാണ്. ഞാനിത് ജസ്റ്റ് ഒന്നിങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്കും പിന്നെ ഉപ്പിൽ വേവിച്ചത് അമ്പൂട്ടന് ഇടയ്ക്ക് എടുക്കാറുണ്ട് കേട്ടോ. നല്ല എരിവായി കഴിഞ്ഞാൽ ആൾ കഴിക്കാറില്ല. അപ്പം നല്ലപോലെ ഒന്ന് തിരുമ്മിയൊക്കെ എടുത്ത് കുക്കറിൽ ഞാൻ വേഗം വേവിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ബീഫ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തായാലും കറി റെഡിയാകും. അപ്പം ഞാൻ വേണ്ട പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് അപ്പുറത്തിരുന്ന് വേകണ സമയത്ത് ഇപ്പുറത്തെ അടുപ്പ് നമുക്ക് വെച്ചിട്ട് അടപ്പ് എന്തായാലും ഫ്രീ ആണല്ലോ, അത് വെറുതെ അവിടെ ഇരിക്കണ്ടെന്ന് വെച്ച് പെട്ടെന്ന് ഞാൻ തക്കാളിയൊക്കെ ഒന്ന് വാട്ടുവാണ് കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ എണ്ണ ഒഴിച്ചു വാട്ടാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. അമ്പൂട്ടൻ താഴെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അമ്പൂട്ടൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഓരോന്നൊക്കെ വർത്താനം പറയുന്നുമുണ്ട് ആൾ. പിന്നെ താഴത്ത് തന്നെ ഇരുത്തിയേക്കുവാണ്. ആൾ അവിടെ ഇരുന്ന് കളിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളത് കഴുകി വെക്കാനായിട്ട്. അമ്പൂന് വേഗം കറിയൊക്കെ റെഡിയാക്കി ഞാൻ ചോറ് കൊടുക്കാമെന്ന് ആദ്യം തന്നെ വിചാരിച്ചിരിക്കുവാണ്. അങ്ങനെ പെട്ടെന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇട്ടേക്കുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മീറ്റ് മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേവിച്ചേക്കണ ബീഫ് നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഇട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് അങ്ങനെ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ അവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ കറി അവിടെ അപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഊണ് കഴിക്കാൻ എനിക്ക് ഊണ് കഴിക്കണമെന്ന് മുമ്പിന് അമ്പൂട്ടിന് കൊടുക്കണം ഊണ്. അപ്പോൾ നമ്മുടെ വേപ്പില എന്താ ചെയ്യണമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോലെ. ബൈ ബൈ.